എരിപൊരി ആക്രാന്തം. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. അക്കഥയുണ്ണാതങ്ങു നടക്കും മടിയനൊരാക്രാന്തം, ചെളിപുരളാത്തൊരു കതറുകയറ്റാൻ എരിപൊരി ആക്രാന്തം. എരിപൊരി ആക്രാന്തം. ഗോപാലേട്ടല്ലേ? ഉണ്ടല്ലോ, ഇഡ്ലി ഗോപാൽ. നിങ്ങളാണ് നേരത്തെ വിളിച്ചേ? അതെ. വാ. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ബാഡ് ക്ലിക്ക് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അനിയനും ഏട്ടനും ബ്ലോഗർമാരായ കേരളത്തിലെ ഏക ചാനൽ. അനിയനോ ഏട്ടനോ അല്ല, ഏട്ടനോ അനിയൻ. അതെ, അങ്ങനെയും പറയാം. ആരും കാണാത്ത, ആരും കേൾക്കാത്ത, ആരും പറയാത്ത കഥകളുമായി ഇതാ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. 3 വ്യത്യസ്ത വ്യക്തികൾ നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ, നിങ്ങളെ ആശ്ചര്യപ്പെടുത്താൻ. കൂടുതൽ പറയുന്നില്ല, നേരെ കാഴ്ചയിലേക്ക്. 60 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിനടുത്തൊരു ചായ ഹോട്ടൽ നടത്തിയ ഗോപാലേട്ടൻ. വെറുമൊരു ഗോപാലനായ ഗോപാലന് ഇഡ്ലി ഗോപാലനായ കഥ. 5 സ്റ്റാർ മുതൽ 3 സ്റ്റാർ വരെ നിരവധി ഹോട്ടലിന്റെ ഉടമയായ ഗോപാലേട്ടൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഹങ്കാരമോ ഗർവോ ഇല്ലാതെ നമ്മുടെ ഗോപാലേട്ടൻ ഇതാ നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. നമസ്കാരം ഗോപാലേട്ട. നമസ്കാരം. ഗോപാലേട്ട, ഈ ഗോപാലേട്ടനായത് എവിടെ വെച്ചാണ്? പറശ്ശിനിക്കടവെന്ന്. പറശ്ശിനിക്കടവോ? അവിടുന്നാണ് ഗോപാലൻ എന്ന് പേര് വിളിച്ചതും എനിക്ക് അന്നം തന്നതും. ഗോപാലേട്ടൻ്റെ വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം ഒന്നുമില്ലടോ. എന്നാലോ അഭ്യാസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് താനും. തമാശ. ഈ ഗോപാലേട്ടന് ഇഡ്ലി ഗോപാലൻ എന്ന് പറയാൻ കാരണം എന്താണ്? അതോ, എൻ്റെ ഹോട്ടലിൽ ഇഡ്ഡലിയും സാമ്പാറും വേകുമ്പോൾ അതിൻ്റെ മണം നാട്ടിലാകെ പരക്കും. അതിൻ്റെ മണത്ത് ആൾക്കാർ ഒഴുകിയെത്തും. തിന്നാലും മതി വരൂല. അത്രക്ക് സ്പെഷ്യലാണ് എൻ്റെ ഹോട്ടലിൻ്റെ ഇഡ്ഡലി. അങ്ങനെ നാട്ടുകാരുടെ പേരാണ് ഇഡ്ഡലി ഗോപാലൻ. അല്ല ഗോപാലേട്ട, നിങ്ങളെ ചായ ഒരു 1.5 ചായ എന്ന് പറയുന്നത് കേട്ടു. അതെന്താണ് അതിൻ്റെ കുട്ടൻസ്? അത് ഇപ്പോഴത്തെ ഹോട്ടലുകാരെ മാതിരി ഔൺസ് ഗ്ലാസ്സിലല്ല ഞാൻ ചായ കൊടുക്കല്. വീട്ടും കുറ്റി പോലത്തെ വലിയ പാത്രത്തിലാണ്. എൻ്റെ അമ്മോ. ആ ചായൻ്റെ രഹസ്യം ഒന്ന് പറയൂ ഗോപാലേട്ട. അതെ, തലാണേര പോലെ വലിയൊരു സഞ്ചിയിൽ ചായപ്പൊടി ഇട്ടാൽ രാത്രി അത് തട്ടുള്ളൂ. അതാണിപ്പോ ചായയുടെ രഹസ്യം. ഈ ചായ സഞ്ചിയിലെ ചായപ്പൊടിയെല്ലാം വെന്ത് അതിൻ്റെ കറയെല്ലാം വരുന്നത് വരെ അത് ചവിട്ടി പീഞ്ഞെടുക്കും ഞാൻ. ഗോപാലേട്ട, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഉച്ചക്ക് ബാക്കി വരുന്ന ചോറ് ആണ് നിങ്ങൾ പിറ്റേ ദിവസം ഇഡലിക്ക് ഉപയോഗിക്കുന്നു എന്നൊരു സംസാരം ഉണ്ടല്ലോ. ഏയ്, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഈ ഹോട്ടലിൽ ഇന്നേ വരെ ഞാനത് ചെയ്തിട്ടുമില്ല. പക്ഷേ ഈ ചോറ് ബാക്കിയായാൽ ഞാനത് ദോശ ഉണ്ടാക്കാറുണ്ട്. ഈ ദോശ ബാക്കിയായാലോ ചിലപ്പോൾ പിറ്റേന്നത്തെ ഇഡ്ഡലിയിൽ കൂട്ടും. അതാണ് ഇനി ഇത്ര ടേസ്റ്റ്. അല്ല, 2 പ്ലേറ്റ് ഇഡ്ഡലി എടുക്കട്ടെ?
സന്തോഷം സന്തോഷം. ഹലോ പോലെയാ ഇവിടെ 2 ഇഡ്ഡലി എന്നിട്ട് പോയിക്കൂടെ? ഇവിടെ വന്നവരാരും ഇഡ്ഡലി എന്നത് പോലില്ല. ലോകത്തെ ഏത് കാര്യങ്ങളും അപ്പോൾ പ്രവചിക്കുന്ന നമ്മുടെ നെട്ടപ്രാണൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കൊറോണ വരുന്നതിന് മുമ്പേയും കൊറോണയ്ക്ക് ശേഷം കൃത്യമായി പ്രവചിച്ച നെട്ടപ്രാണൻ. ഉരുൾപൊട്ടലിന് മുന്നേയും ഉരുൾപൊട്ടലിന് ശേഷവും കൃത്യമായി പ്രവചിച്ച നമ്മുടെ നെട്ടപ്രാണൻ. നമ്മളെ കാണാതായ അർജുനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു? അർജുൻ അവിടെ ഉണ്ട്. ഇവിടെ കടലിന്റെ അഗാധതയിൽ. മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മുല്ലപ്പെരിയാർ പൊട്ടി. ഇല്ല, പൊട്ടും, അടുത്ത് പൊട്ടും. ഇത് നമ്മളോട് നീ പറഞ്ഞു മേലിൽ ഇത് ഇനി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് കൂമ്പ് വാട്ടും. എവിടാ നമ്മ ഇത് എത്ര കൊല്ലായി പറയുന്നത്? എത്ര ആൾ എന്നോട് ഇത് പറഞ്ഞു. എന്നിട്ട് എന്തായി ഇപ്പം? നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പൊട്ടന്മാരുടെ സമൂഹം വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. ഇഡലി ഗോപാലന്റെ കഥയുടെ കൂടെ ഞങ്ങൾ 2 പേരെയും കൂടി പരിചയപ്പെടുത്തുന്നു. അതായത് ഭണ്ഡാരക്കള്ളൻ. അതായത് ഭണ്ണാര മാത്രം കക്കുന്ന കള്ളൻ. അതെ, ഭണ്ഡാരക്കള്ളൻ. ഭണ്ണാരം മാത്രം കട്ടുകെട്ട് പ്രശസ്തി നേടിയ 2 കള്ളന്മാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ഭണ്ഡാരം മാത്രം കക്കുന്നത് എന്തിനേ? ഭണ്ഡാരത്തിന് ആരും കാവലുണ്ടാവില്ല. മാത്രമല്ല നേരിട്ട് പൈസ കയ്യിൽ എത്തിയും ചെയ്യും. ഭണ്ണാരം കെട്ടാൽ ഒരു പൈസയുടെ കണക്കും ആർക്ക് കിട്ടൂല. ഏത് തരം ഭണ്ണാരാണ് കക്കുക? അങ്ങനെയൊന്നുമില്ല. പള്ളി, അമ്പലം, ചർച്ച് മുഴുവനും കക്കും. എത്ര കാലമായി നിങ്ങൾ കക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കള്ളന്മാറാ. ആരാ നിങ്ങളെ ഗുരു? കായംകുളം കൊച്ചുണ്ണി. അതെ, ഈ കൊച്ചുണ്ണിയുടെ സിനിമ കണ്ടിട്ടാണോ നിങ്ങൾ ഇത് പഠിച്ചത്? അതെ. കൊച്ചുണ്ണിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങും. പക്ഷേ അടവുകൾ പഠിച്ചത് എൻ്റെ കാരണന്മാരിൽ നിന്നാ. ഭണ്ണാരം കക്കാൻ എന്താ കാരണം? ഭണ്ഡാരം കക്കാൻ ദൈവം പറഞ്ഞിട്ട്. അതെ, ഒരു ദിവസം ഞാൻ എടച്ചിക്കാനം ക്ഷേത്രത്തിൻ്റെ അരികെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോ ഒരു ഭണ്ഡാരം കണ്ടു. ഞാനൊന്നും നല്ല മുട്ടി നോക്കി. അപ്പം നിറയെ കാശുണ്ടെന്ന് മനസ്സിലായി. പാതിരാത്രി ഞങ്ങളെ ക്ഷേത്രത്തിനകത്തേക്ക് നോക്കി. എന്നിട്ട് ഇങ്ങനെ വിറക്കുന്നു. വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിഞ്ഞു നടന്നു. അപ്പോഴതാ പിറകുന്ന് വിളിക്കുന്നു. ആര്? ആര്? സാക്ഷാൽ ദേവി. ഒന്നും ചിന്തിക്കാനില്ല, അത് നിങ്ങൾക്കുള്ളതാണ്, എടുത്തോളൂ. എടുത്തിട്ട് പോയിക്കൊന്നു. ഞങ്ങളെടുത്തു. കൊത്തി തുറന്ന് മുഴുവനും ഭാര്യ കെട്ടിയ ഞങ്ങളൊറ്റ പോക്ക്. സത്യമായിട്ടും? പിന്നെ എങ്ങനെ പിടിക്കപ്പെട്ടു? ഭണ്ഡാരം കളവ് പോയാൽ ക്ഷേത്രക്കാർ പ്രശ്നക്കാരൻ്റെ അടുത്ത് പോകും, മറ്റുള്ളവർ സിദ്ധന്മാരുടെ അടുത്ത് പോകും, മറ്റുള്ളവർ ഈ മഷി തോട്ടക്കാരുടെ അടുത്ത് പോകും. ഏതെങ്കിലും ഒരു ജോത്സ്യൻ ഇങ്ങനെ കള്ളനെ പിടിച്ചിട്ടുണ്ടാ? അല്ല, ഉണ്ടോ? പിന്നെ എങ്ങനെ പിടിക്കപ്പെട്ടു? പണ്ടാരടങ്ങിയ ക്യാമറ എപ്പോ വന്നിനി അന്ന് മുതൽ ഈ കള്ളന്മാർക്ക് കഷ്ടപ്പാടാം. ഇതെന്ത് ഭ്രാന്തൻ? എത്ര കാലമായി ഞാൻ അമ്പലത്തിൽ പോയി ഭജനിരിക്കുന്നു. ഇതുവരെ എനിക്കൊരു ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണാൻ കഴിഞ്ഞ നിങ്ങളുടെ കാലെങ്കിലും എനിക്ക് തൊഴുതു പോകണം. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. അക്കഥയുണ്ണാതങ്ങു നടക്കും മടിയനൊരാക്രാന്തം, ചെളിപുരളാത്തൊരു കതറുകയറ്റാൻ എരിപൊരിയാക്രാന്തം.